നമസ്കാരം. ഞങ്ങൾ കാർത്തിക തിരുനാൾ ഗവൺമെൻറ് VNHHS ഫോർ ഗേൾസ് മണക്കാട് സ്കൂളിൽ നിന്ന് വരുന്നു. സർ, ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കേരള പാഠാവലിയിൽ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ള ആത്മാവിൻ്റെ വെളിപ്പാടുകൾ എന്ന പാഠഭാഗം പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കുകയാണ്. സന്തോഷം. സർ, ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതുമ്പോൾ അങ്ങേക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തായിരുന്നു ഒന്ന് വ്യക്തമാക്കാമോ? മാനസികാവസ്ഥ വളരെ സംഘർഷഭരിതമായിരുന്നു. കാരണം ഒരു വലിയ എഴുത്തുകാരൻ്റെ മാനസിക സംഘർഷങ്ങളാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതത്ര ലഘുവായ കാര്യമല്ല. സാധാരണ മനുഷ്യരെ പോലെയുള്ള ആളുകളല്ല അവർ ചിന്തിക്കുന്ന വേറെ ഉയർന്ന തലത്തിലാണ്. ആ നിലവാരത്തിൽ നിന്ന് അവരെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോഴും ചെറിയ എഴുത്തുകാരന് കഴിയുന്ന കാര്യമല്ല. സാഹസികമായിരുന്നു അത്. പക്ഷെ എങ്കിലും അങ്ങ് ചെയ്തു, ഒരാഗ്രഹം കൊണ്ടങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദസ്തയേവ്സ്കിയെക്കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ വായന എനിക്കൊരു ഹരമായിരുന്നു. അത് പ്രത്യേകിച്ച് റഷ്യൻ സാഹിത്യം ആണ് കൂടുതൽ ഞാൻ വായിച്ചിരുന്നത്. അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യക്കാരാണ് ജീവിതം ഭംഗിയായിട്ട് ആവിഷ്കരിക്കുന്നത്. നമ്മുടെ നോവലുകളിലൊക്കെ നമ്മുടെ എഴുത്തുകാർ, നമ്മുടെ തകഴിയോ ബഷീറോ കേശവദേവോ ഒക്കെ ആവിഷ്കരിക്കുന്നത് പോലെ വളരെ സമഗ്രമായിട്ട്, അതേസമയം സരളമായിട്ട്, അതേസമയം തന്നെ സംഘർഷാത്മകമായി അതൊക്കെ ആവിഷ്കരിക്കുന്ന രീതി അവർക്കും അറിയാമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ അങ്ങ് കൂടി. എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും വായനക്കാരൻ എന്നുള്ള നിലയ്ക്കും ഞാൻ അവരുടെ കൂടെ കൂടി അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. ഓക്കെ സർ, വിശ്വപ്രശസ്തനായ സാഹിത്യകാരനാണല്ലോ ദസ്തയേവ്സ്കി. അതെ, ദസ്തയേവ്സ്കിയുടെ ജീവിതഘട്ടങ്ങളാണല്ലോ ഈ നോവലിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതെ. സാർ, എന്തുകൊണ്ടാണ് ദസ്തയേവ്സ്കി സാറിൻ്റെ ജീവിതത്തിലോട്ട് സാറിനെ സ്വാധീനിച്ചത്? എന്തുകൊണ്ടാണ് ദസ്തയേവ്സ്കി സാറിനെ സ്വാധീനിച്ചത്? എന്തുകൊണ്ടാണ്? അത് ആ നോവൽ വായിക്കുമ്പോൾ അറിയാം. അത്രയേറെ സംഘർഷം അനുഭവിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഈ മാനസികമായ സംഘർഷം ഇതുപോലെ അനുഭവിച്ച മറ്റെഴുത്തുകാരില്ല. ജീവിതം ഒരു തകർന്ന ജീവിതം എടുത്ത് തടിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. സഹായിക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാനും ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ജീവിതം മുന്തിത്തള്ളിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ തോന്നലിൽ, ആ ഏകാഗ്രതയിൽ നിന്നാണ്, ആ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ടതും അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സാർ, അതുകൊണ്ടാണോ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് ആ പേര് നൽകാൻ കാരണം? അതിപ്പോൾ ആ പേരങ്ങ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മുൻകൂട്ടി കണ്ടതല്ല. ഈ പേര് തന്നെ ഇടണമെന്ന് വിചാരിച്ചതല്ല. അത് അങ്ങനെ എഴുതി വന്നപ്പോൾ ആ പേര് അങ്ങോട്ട് വന്നു ചേർന്നു. അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു എനിക്ക്. അത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇപ്പോൾ അത് ലോകപ്രസിദ്ധമായ ഒരു ടൈറ്റിലായി തീർന്നു. സർ, ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനെ മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാള നോവലുകളുടെ ഒരു ഏകാന്ത വിസ്മയം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതിന് കാരണം എന്താണ്? അത് അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കും. എൻ്റെ ഈ തൊട്ട അയൽവക്കത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. തൊട്ട അയൽവക്കത്തായിരുന്നു. ആൾ ഒരു ഗജകേസരിയായിരുന്നു. എല്ലാവരെയും പേടിപ്പിച്ചൊക്കെ ജീവിച്ചത്. അത് എന്നാലും എന്നെ വലിയ കാര്യമായിരുന്നു. ഇവിടെ ശ്രീകുട്ട എന്ന് വിളിക്കുവാണ്. ശ്രീകുട്ട, എന്താ സാർ, നിനക്ക് 5 മിനിറ്റ് തരും. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ വരണം. ഇവിടെ നടന്നാൽ 5 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പുള്ളി അവിടെ ഇരിക്കും. അപ്പം നിനക്ക് അനുസരണയൊക്കെ ഉണ്ട് എപ്പോഴും. പറഞ്ഞ പോലെ ചെയ്യും. അതിന് വരാതിരിക്കാനൊക്കെ വന്നു. പിന്നെ എന്തെങ്കിലും അദ്ദേഹം എഴുതിയ കഥയെക്കുറിച്ചായി സംസാരിക്കുന്നത്. അദ്ദേഹം എഴുതിയ കഥകളെന്ന് പറയും. ഒന്ന് വായിച്ചു നോക്കുക. എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, സാർ ഇതാണ് കുഴപ്പം. വായിച്ചു നോക്കാൻ പറഞ്ഞാൽ വായിച്ചു നോക്കാം,
പക്ഷെ എന്നിട്ട് സാറിൻ്റെ കഥയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാം. ഞാൻ ആരാ? ഞാൻ സാറിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടി. അതല്ല, നീ വലിയ ആൾ തന്നെയാണ്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രത്തിൻ്റെ ഏകാന്തമായ മനസ്സ് ഇത്ര മനോഹരമായി ആവിഷ്കരിക്കാൻ, ഇത്ര വികാരഭരിതമായി ആവിഷ്കരിക്കാൻ സാറിന് കഴിഞ്ഞതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. എനിക്കൊരു വിസ്മയമാണത്. ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആളായിട്ടാണല്ലോ ദസ്തേവ്സ്കി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്നൊരു അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ്. അപ്പോൾ ഈ കയ്യൊപ്പ് അതിൻ്റെ ഈ അതോറിറ്റിയെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന്, ദൈവം കയ്യൊപ്പിട്ടതാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ദൈവം കയ്യൊപ്പിട്ടതാണെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണ്, ഒറിജിനലാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ദസ്തേവ്സ്കിയുടെ ഹൃദയത്തിനുമായി ദൈവം കയ്യൊപ്പിട്ടിട്ടുണ്ടെന്ന് എനിക്കത് തോന്നുന്നു. അത് അന്നൊരു സങ്കല്പത്തിൽ ഇട്ടതാണ്. പക്ഷെ പിന്നീടത് എനിക്ക് തന്നെ അത്ഭുതമായിട്ടില്ല. ഇങ്ങനെയൊരു സങ്കല്പം ഉണ്ടാകാൻ എന്താണ് കാരണം? എന്തോ ഒരു കാരണവുമില്ല, അങ്ങനെ തോന്നി ഇട്ടു മാത്രം. സർ, ബൈബിളിലെ ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് നോവലിൽ പരാമർശിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതം അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്? ഇയ്യോബിൻ്റെ ജീവിതം സകല മനുഷ്യരുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിലെ സകല സങ്കീർണതകളും അനുഭവിക്കുകയും അതിൻ്റെ കൊടിയ വേദനകൾ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഏത് നിമിഷവും അതിൻ്റെ വ്യാകുലതകളും അതിൻ്റെ സംഘർഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കഥകളിലും അദ്ദേഹത്തിൻ്റെ ജീവിത സങ്കല്പങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ ജീവിച്ചു. വേറെ ആരാണെങ്കിലും ഇടയ്ക്ക് വീണു പോകും. അങ്ങനെയല്ല, എന്തൊക്കെയാണെങ്കിലും ശരി അതനുസരിച്ച് അദ്ദേഹം ജീവിക്കുകയും ആ ജീവിതം പരിപൂർണമായി തീർക്കുകയും ചെയ്തു. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10-ാം അധ്യായമാണ് ആത്മാവിന്റെ വെളിപ്പാടുകൾ എന്ന പാഠം. അതൊരു ദിവസം കൊണ്ടാണോ എഴുതി തീർത്തത്? അത് പൂർത്തിയാക്കാൻ അങ്ങ് നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രയാസങ്ങളെന്ന് പറയാൻ എഴുതി തീർത്തത് ഒരു ദിവസം കൊണ്ടാണോ എന്ന് വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നില്ല. അതായത് തുടർച്ച പോലെ ഇങ്ങനെ എഴുതി വന്നതാണ്. എഴുതി വന്നപ്പോൾ അത് തുടർച്ചയായിട്ട് അങ്ങനെ എഴുതി തീരുകയും ചെയ്തു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഈ ശാന്തമായ ഒരു അടിയൊഴുക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ അനുഭവത്തിൽ നിന്നാണ് അത് രൂപം കൊണ്ടത്. എനിക്ക് ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് അതൊക്കെ അനുഭവിച്ചത്. താങ്കൾ തന്നെ പറയുന്നുണ്ട്, പാറ പൊട്ടിക്കുന്നത് പോലെയോ നിലമുഴുകുന്നത് പോലെയോ അത്ര എളുപ്പമല്ല നോവൽ എഴുതുന്നത്, അത് ആത്മാവിന്റെ വെളിപ്പാടുകളാണ് എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? അതങ്ങനെ തന്നെയാണ്. ആത്മാവിൻ്റെ വെളിപാടുകൾ ആണ് കാണുന്നത്. അപ്പോൾ അത് വേറെ ഒന്നിനോട് താരതമ്യം ചെയ്യാൻ ഒക്കില്ല. നമ്മുടെ ഹൃദയം പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നും ചിലപ്പോൾ. ചില സമയങ്ങളിൽ ഈ കഥാപാത്രങ്ങളുടെ മാനസികമായ വ്യഥകൾ അപഗ്രഥിക്കുമ്പോൾ ഞെട്ടിപ്പോകും, ഞെട്ടിത്തെറിച്ചു പോകും. ഒരു മനുഷ്യാത്മാവിന് ഇത്രയേറെ സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരു സങ്കടം നമുക്ക് തോന്നും. പക്ഷേ എന്നാലും അത് സഹിക്കും. അതാണ് മനുഷ്യാത്മാവ്. ഏത് വ്യഥയും ഏത് സങ്കടവും അനുഭവിക്കാൻ പറ്റിയ ഒന്നാണ് മനുഷ്യഹൃദയം. അതുകൊണ്ടാണ് അതിന് ഈ പ്രപഞ്ചത്തിലെ സകല സങ്കടങ്ങളും സഹിക്കാൻ കഴിയുന്നത്. അന്ന എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അങ്ങയെ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തിത്വമുണ്ടോ? അന്ന എന്ന കഥാപാത്രത്തെ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
അങ്ങനെ നോവലിൻ്റെ ഒരു കഥാപാത്രമാണ്. അത് എൻ്റെ മാത്രം സൃഷ്ടിയല്ല, അത് നോവലിൽ തന്നെയുള്ളൊരു കഥാപാത്രമാണ്. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരാളാണ്. ദസ്തയേവ്സ്കിയെ കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ്. വളരെ അടുപ്പമുള്ളൊരു പെൺകുട്ടി, വളരെ സൗമ്യമായ ഒരു സ്വഭാവം. ദസ്തയേവ്സ്കിയുടെ കൂടെ ജീവിക്കുമ്പോൾ, ദസ്തയേവ്സ്കിയായിട്ട് അടുത്ത് ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണം, അവൾക്ക് ആ വലിയ മനുഷ്യൻ്റെ സ്നേഹവും സാന്ത്വനവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സർ, റഷ്യൻ നോവലിസ്റ്റായ ദസ്തയേവ്സ്കിയെ റഷ്യൻ ക്രിസ്തു എന്നും ഭ്രാന്താലയത്തിലെ ഷേക്സ്പിയർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനോട് നിങ്ങൾ അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. അതൊക്കെ അത്ഭുതകരമായ കാഴ്ചപ്പാടുകളാണ് കേട്ടോ. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. കവിത പോലെ സുന്ദരമായ ബിബ്ലിക്കൽ ലാംഗ്വേജാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. ദസ്തയേവ്സ്കിയുടെ ജീവിതം ചിത്രീകരിച്ചപ്പോൾ ആ ഒരു ശൈലി സ്വീകരിച്ചതിൻ്റെ കാരണം എന്താണ്? അതൊരു സാധാരണ നോവൽ പോലെ എഴുതിയാൽ പോരാ, അതിന് പ്രത്യേകമായ ശൈലി വേണം. അതിന് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുണ്ടാവണം. ദസ്തയേവ്സ്കിയുടെ ജീവിതം അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വ്യഥകളും ഒക്കെ നമുക്ക് ബോധ്യമാകണമെങ്കിൽ അങ്ങനെ ഒരു ഭാഷ ഉണ്ടായാലേ ഒക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഭാഷ ആശ്രയിക്കേണ്ടി വന്നത്. അത് ഭാഗ്യവശാൽ രൂപപ്പെട്ട് കിട്ടി. സാർ, കുട്ടിക്കാലം മുതലേ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ദസ്തയേവ്സ്കിയുടെ കടുത്ത ആരാധകനുമാണ്. അപ്പം ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമയാക്കിയാൽ അതിന് തിരക്കഥ എഴുതാൻ തയ്യാറാണോ? അത് ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ? ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ? അല്ല, അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. കാരണം അത്രയേറെ അദ്ദേഹത്തെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സാർ, സാഹിത്യ ജീവിതത്തിലോട്ട് സാർ ഇറങ്ങിയപ്പം അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും. അതെപ്പോഴും അതെ. അദ്ദേഹത്തെ വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓക്കെ സാർ, താങ്ക് യു.